ശ്രീ ചിക്ക രാജഗോപാൽ, അങ്ങ് നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഈ പരിശോധനകളുടെ അടക്കം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ആധികാരികമായ അന്വേഷണം എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ കഴിയുന്നതും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും പ്രതികളെ കൃത്യമായി പൂട്ടാൻ കഴിയുന്നതും ഒക്കെ. ഇപ്പൊ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു എന്നുള്ള വിമർശനം ഉണ്ടായപ്പോൾ SITക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതിന്റെ, പ്രത്യേകിച്ചും കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് ആ സാവകാശം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഈ പങ്കജ് ഭണ്ഡാരിയെ, ഈ പറയുന്ന ഗോവർദ്ധനെ ഒക്കെ, ഇവരൊക്കെ ഒരു ഇന്റർനാഷണൽ മാഫിയയുടെ ആണ് ഒരു ഭാഗമാണ് എങ്കിൽ, കോടതി വിധിയിൽ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഭാഗമാണ് എങ്കിൽ അവർക്ക് തെളിവ് നശിപ്പിക്കാനുള്ളൊരു സാധ്യത കൂടി ഈ സാവകാശം കൊണ്ടുണ്ടാകില്ലേ? അതുതന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 2 FIRകളാണ് നിലനിൽക്കുന്നത്. ഈ 2 FIRന് പുറത്തുള്ള 2 പ്രതികളെയാണ് ഇന്നലെ പിടികൂടിയിരിക്കുന്നത്, SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ FIRൽ പറഞ്ഞിരിക്കുന്നവരല്ല ഇവർ 2 പേരും. അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ശ്രീ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ ബെല്ലാരിയിൽ ജുവലറി നടത്തുന്ന ഗോവർദ്ധനും, ഇവർ 2 പേരും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ തലം തന്നെ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പുറത്തേക്ക് വരികയാണ്. ഇത് ആദ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ പോറ്റി അടക്കമുള്ളവർ ഉദ്യോഗസ്ഥന്മാരത് കടത്തിയ ശേഷം ചെന്ന സ്ഥാനത്ത്, ഇവിടെ ക്രൈം നടന്ന സ്പോട്ടിലാണ് അന്വേഷണം നടന്നിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഇവരെ പിടിച്ചിരിക്കുന്നത്. ഇന്നെന്താണ് ഗോവർദ്ധൻ പറഞ്ഞിരിക്കുന്നത്? ഗോവർദ്ധൻ എന്ന് പറഞ്ഞ SITയുടെ കൊടുത്തിരുന്ന മൊഴി കണ്ടില്ലേ? ഗോവർദ്ധൻ പറയുന്നത്, ഞാൻ 14 ലക്ഷം രൂപയ്ക്ക് പോറ്റിയോടെ സ്വർണം വാങ്ങിച്ചു. അതായത് 450 പവനോളം സ്വർണം വാങ്ങിച്ചു എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. ഏത് കാലത്തെ വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഗോവർദ്ധൻ ഈ കണക്ക് പറയുന്നത്. പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO പറയുന്നത് എന്താണ്? ഞങ്ങൾ അവിടുന്ന് വേർതിരിച്ചെടുത്തത് ഏതാണ്ട് 122 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 950-60 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു, ഉരുക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഇവർ 2 പേരും ഇതുവല്ലതും പറഞ്ഞിരുന്നു ആദ്യഘട്ടങ്ങളിൽ ശുദ്ധമായിട്ട് അന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് കളവുകളാണ് ഇവർ 2 പേരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഗോവർദ്ധൻ പറഞ്ഞത്, എനിക്ക് പോറ്റിയെ അറിയാം, പോറ്റി ഇങ്ങനെ കിലോ കണക്കിന് സ്വർണം കൊണ്ടുവരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് തങ്ങ് മേടിച്ച് വെച്ചിട്ട് അതിന് വില കൊടുക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പോറ്റി എവിടെ നിന്നാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത്? ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ ബിസിനസ് ബന്ധമേ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബെല്ലാരിയിൽ എൻ്റെ ജുവലറിയുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങളായിരുന്നു. അതിൻ്റെ പ്രകാരമാണ് പിന്നെ തന്ത്രി അടക്കം കൊണ്ടുപോയല്ലോ, ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുപോയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, ഗോവർദ്ധൻ അറിയാമായിരുന്നു, ഇവർ 2 പേരും കൂടെ ഒരു 5-അംഗ സംഘമായിരുന്നു ഗോവർദ്ധൻ്റെ. മാത്രമല്ല, രാഷ്ട്രീയ പ്രമുഖരുടെ, സിനിമാ താരങ്ങളുടെ ഒക്കെ അവരൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ഇവർ 2 പേരും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിന് അപ്പുറത്തേക്ക് ഇതൊരു മാഫിയ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിവുകളുണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്. അല്ലാതെ ഗോവർദ്ധൻ ഈ സ്വർണം മേടിക്കത്തില്ല. 14 ലക്ഷം രൂപയുടെ സ്വർണം മേടിച്ചിട്ട് ഗോവർദ്ധൻ പറഞ്ഞത്, ഞാൻ 1.5 കോടി രൂപ പോറ്റിക്ക് കൊടുത്തു എന്ന് പറയുന്നു. 14 ലക്ഷം രൂപയുടെ സ്വർണത്തിന് 1.5 കോടി കൊടുക്കുമ്പോൾ എത്ര ഇരട്ടിയാണ് കൊടുത്തിരിക്കുന്നത്? അപ്പോൾ ഗോവർദ്ധനൊരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ഗോവർദ്ധൻ അറിയാം ഇത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ വിലയൊക്കെ ഗോവർദ്ധന് വളരെ കൃത്യമായിട്ട് അറിയാം. ഗോവർദ്ധൻ ഇത് എത്ര കോടിക്കാണ് മറിച്ച് കൊടുത്തിരിക്കുന്നത്? അത് കൊടുത്തു കാണുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അത്തരത്തിന് അതിനെ സ്വാധീകരിക്കുന്ന മൊഴികളാണ് ഈ ഓരോ ദിവസങ്ങളിലായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്കജ് ഭണ്ഡാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടന്നതും ഒക്കെ ആ വിശ്വാസവുമായി കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയുന്നതുമാണ്. തീർച്ചയായിട്ടും പത്മകുമാർ പറഞ്ഞിരുന്നല്ലോ ഈ ആദ്യ സമയത്ത് പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മൊഴിക്ക് ആദ്യം വന്ന മൊഴിക്കകത്ത് പറഞ്ഞിരുന്നു, എന്താണ്, ഞാൻ വളരെ നിഷ്പ്രഭനായി പോയി എന്നാണ് പറഞ്ഞത്. അതായത് പോറ്റി, അത് കോടതിയുടെ പരാമർശത്തിലും വന്നു, പോറ്റി ഒരു വലിയ പ്രഭയോടുകൂടി അവിടെ ഇങ്ങനെ ശബരിമലയിൽ വിളഞ്ഞു നിൽക്കുകയാണ്. പോറ്റിയോടൊപ്പം കൂടെ നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മുറികളിലോ അല്ലെങ്കിൽ മെമ്പർമാരുടെ മുറികളിലോ ഒക്കെയാണ് ഇവരുടെ താമസം. ഇവർ ശബരിമല ക്യാമ്പ് അടിച്ചങ്ങ് താമസിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് പത്മകുമാർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പല വാക്കുകൾ ദൈവ തുല്യർ എന്നൊക്കെ പറയുന്നതിനകത്തിൽ നമ്മൾ സംശയിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെങ്കിൽ അന്വേഷണം കൃത്യമായിട്ട് പോയതെന്നും എനിക്ക് തോന്നുന്നു. ഗോവർദ്ധന്റെയും അടക്കം അറസ്റ്റുകൾ ഒക്കെ നീങ്ങാനുള്ള സാവകാശമായിരിക്കാം 6 ആഴ്ചക്കാലത്തിന് ശേഷം ദേവസ്വം ബെഞ്ച് അന്വേഷണ സംഘത്തിന് 4 ആഴ്ച കൂടി നീട്ടി നൽകിക്കൊണ്ട് അവസരമൊരുക്കിയതും അതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിചാരിക്കുകയും ചെയ്യാം. ശരി.